പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം നിങ്ങളെ അറിയിക്കുന്നു. വളരെ നല്ല ഒരു സന്ദേശം നിങ്ങളോട് സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. യാക്കോവിൻ്റെ മകനായ യോസഫിനെ കുറിച്ചുള്ള സംഭവം 1, 2, 3 ഭാഗങ്ങളായിട്ട് ഇട്ടു. ഇനി അടുത്തത് 4-ാം ഭാഗം പറയുന്നതിന് മുമ്പായിട്ട് ചെറിയ കാര്യം ഓർപ്പിക്കുകയാണ്. ഒരു വേടൻ ഒരു സഞ്ചിയിൽ കുറച്ച് ചെറിയ കല്ലുകളും ആയി ഒരു കവണയുമായി കാട്ടിലൂടെ സഞ്ചരിച്ചു. അങ്ങനെ ഈ പക്ഷികളെയൊക്കെ അങ്ങനെ വിനോദിച്ച് അങ്ങനെ അങ്ങ് പോവുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അദ്ദേഹം പോയത്. അങ്ങനെ സഞ്ചിയിൽ ഉണ്ടായിരുന്ന കല്ലുകളെല്ലാം ഈ കവണയിൽ വെച്ച് ഈ പക്ഷികളോട് ഇങ്ങനെ വെറുതെ തീർന്നു പോയി. അങ്ങനെ തീർന്നു പോയി കഴിഞ്ഞപ്പോൾ കല്ല് വീണ്ടും കിട്ടാതെ വന്നപ്പോൾ പുള്ളി അതിനെ തേടി നടന്നു കഴിഞ്ഞപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിലായിട്ട് കുറേ കല്ലുകളിങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. ചെറിയ കല്ലുകളാണ്. അതെല്ലാം വാരി കയ്യിലെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പം ഈ പിള്ളേർ ഈ കളിക്കാൻ ഉപയോഗിക്കുന്ന വട്ടുകളെ പോലെ അദ്ദേഹത്തിന് തോന്നി. അത് നല്ലതാണെന്ന് കരുതി അതെല്ലാം ഒരു സഞ്ചിയിലേക്ക് വാരി ഇട്ടിട്ട് ഓരോന്ന് ഈ കവണ വെച്ച് എഴുതു. അതങ്ങ് ദൂരോട്ട് പോയി. അങ്ങനെ സഞ്ചിയിലുണ്ടായിരുന്ന ഏറെക്കുറെ തീരായി കഴിഞ്ഞപ്പോൾ ഒരു 2 എണ്ണം കയ്യിലെടുത്ത് ഇത് പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കാം എന്നും പറഞ്ഞ് ഇനി ഇത് കളയണ്ട എന്ന് കരുതി അതിങ്ങനെ കയ്യിലിങ്ങനെ അമ്മാനം ആടുന്നത് പോലെ ഇങ്ങനെ അടിച്ചുകൊണ്ട് പുള്ളി ഇങ്ങനെ അങ്ങ് പോവുക, വീട്ടിലേക്ക് തിരിച്ചു പോവുക. അങ്ങനെ തിരിച്ചു പോകുമ്പം വഴി വെച്ച് ഒരു വ്യാപാരിയായൊരു മനുഷ്യൻ, ധനികനായൊരു മനുഷ്യൻ ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചു, വേടനെ ശ്രദ്ധിച്ചു. വേടൻ്റെ കയ്യിലുള്ള ഇതിങ്ങനെ അമ്മാനം അടിക്കൊണ്ട് പോവുകയാണല്ലോ. അപ്പം ആ സാധനം എന്താണ് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പം വേടൻ നിന്നു കഴിഞ്ഞപ്പം നീ ഇങ്ങനെ ആ കൈ തട്ടിക്കൊണ്ട് നടക്കുന്ന ആ സാധനം ഉണ്ടല്ലോ അതിങ്ങോട്ട് തരാൻ പറഞ്ഞു. ഞാൻ നിൻ്റെ സഞ്ചി നിറച്ച് പണം വരാൻ പറഞ്ഞു. അപ്പോൾ വേടൻ എന്നാ വെച്ചാൽ അതാ അദ്ദേഹത്തിൻ്റെ കയ്യിലോട്ട് കൊടുത്തേച്ചിട്ട് ഈ മനുഷ്യൻ്റെ പുറകെ പോയി. ഇവൻ്റെ കയ്യിലുണ്ടായിരുന്ന സഞ്ചിക്കകത്ത് കൊള്ളുന്നിടത്തോളം പണം കുത്തി നിറച്ച് കൊടുത്തു വിട്ടു. നീ പോയി സുഖമായിട്ട് ജീവിച്ചോ. ധാരാളം പണം, അവൻ്റെ ആയുസ് മുഴുവനും ചിലവാക്കിയാലും തീരാത്തിടത്തോളം പണം ആ മനുഷ്യൻ കൊടുത്തു. അപ്പോഴാണ് ഇവനൊരു കാര്യം മനസ്സിലാകുന്നത്. ഈ വട്ട് എന്ന് കരുതിയ 2 ഈ ചെറിയ വസ്തു ഈ മനുഷ്യൻ വാങ്ങിച്ചിട്ട് സഞ്ചി നിറയെ പണം തരണമെങ്കിൽ ഇതിലേറെ വിലയുണ്ട്. മാത്രവുമല്ല ഈ അലക്ഷ്യമായി എറിഞ്ഞു കളഞ്ഞ ആ കല്ലുകളെന്ന് വിചാരിച്ച് എറിഞ്ഞു കളഞ്ഞത് മുഴുവൻ വിലയേറിയ രത്നങ്ങളായിരുന്നു, അഥവാ മുത്തുകളായിരുന്നു എന്ന ഒരു തിരിച്ചറിവുണ്ടായി. അവൻ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എത്ര മാത്രം കരഞ്ഞാലും എറിഞ്ഞു കളഞ്ഞത് ഒന്നും തിരിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. ഇതുപോലെയാണ് നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതത്തെ നമ്മൾ അലക്ഷ്യമാക്കി കളയുന്നത്. ഓരോ ദിവസത്തിനും ദൈവത്തിനു വേണ്ടി ദൈവഹിതപ്രകാരം നല്ല ഫലം കായ്ക്കാൻ വേണ്ടി ദൈവം ഏൽപ്പിച്ചു തന്ന ഈ വിലയേറിയ ജീവിതം മനുഷ്യൻ ജീവിത സുഖത്തിനും ലോക ആഡംബരത്തിനും പാപ ജീവിതത്തിനും ഒക്കെ വേണ്ടിയിട്ട്
വിനിയോഗിച്ച് നശിപ്പിച്ച് കളയുക. പ്രിയമുള്ളവരെ, ഈ വിലയേറിയ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ യോഗ്യമായി ജീവിച്ചാൽ ദൈവത്തിൻ്റെ പുത്രന്മാരായി യേശുക്രിസ്തുവിനോട് സദൃശരായി നിത്യതയോളം ദൈവരാജ്യത്തിൽ ദൈവത്തോടൊത്ത് വാഴാനുള്ള ആ ഒരു വിളി ഉണ്ട്, ഭാഗ്യമുണ്ട്. പക്ഷെ ഇത്രത്തോളം മനോഹരമായ ആ ഭാഗ്യപദവിയിലേക്ക് ചെന്നെത്താൻ ലോകത്തിൽ എല്ലാവരെയും നമ്മുടെ കർത്താവ് വിളിക്കുന്നുണ്ട്. മനുഷ്യൻ ഇതിനൊന്നും ചെവി കൊടുക്കാതെ ലോകത്തിൻ്റെ ആഡംബരത്തിനും ജീവിത സുഖത്തിനും അങ്ങനെയുള്ള ലോകകാര്യത്തിന് വേണ്ടിയിട്ട് ഈ ലോക ജീവിതം ഇന്നല്ലേ നാളെ തീർന്നു പോകും, കഴിയുന്നിടത്തോളം സുഖിച്ച് ജീവിക്കാം, അല്ലെ പാപം ചെയ്ത് ജീവിക്കാം, ഇങ്ങനെയുള്ള അലക്ഷ്യമായ ജീവിതം ഇതോർത്ത് മനുഷ്യർ എല്ലാവരും നിലവിളിച്ച് കരയും. എത്ര നിലവിളിച്ച് കരഞ്ഞാലും നഷ്ടപ്പെട്ടു പോയതൊന്നും തിരിച്ചെടുക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കണം. ഒരു ദിവസം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് മരണം കടന്നു വരും. തീർന്നു. നിൻ്റെ ടെസ്റ്റിങ്ങിനുള്ള ഞാൻ അനുവദിച്ചു തന്നിരിക്കുന്ന സമയം തീർന്നു എന്ന് എല്ലാവരോടും പറയും. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 46-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാവോ? നീതിമാന്മാർ ദൈവരാജ്യത്തിലേക്ക് അഥവാ നിത്യജീവനിലേക്കും ദുഷ്ടന്മാരായ ആൾക്കാർ, നീതിമാന്മാരല്ലാത്തവർ നിത്യദണ്ഡനത്തിലേക്കും പോകും എന്ന് പറഞ്ഞാൽ നിത്യ നരകത്തിലേക്കും പോകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവവചനം, ഞാൻ ഈ ദൈവവചനം വളരെ ആത്മാർത്ഥതയോടെയും നിഷ്കളങ്കതയോടെയും നിഷ്പക്ഷമായിട്ടും ഞാൻ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധ വെച്ച് കേൾക്കണം. കാരണം ഞാൻ ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ടോ ഒരു മതത്തിന് വേണ്ടിയിട്ടോ ഒരു ജാതിക്ക് വേണ്ടിയിട്ടോ ഈ ലോകത്തിൻ്റെ ഓരാദായവും പ്രതീക്ഷിച്ചുകൊണ്ട് അല്ല ദൈവം സംസാരിക്കുന്നത്. നിഷ്കളങ്കമായി തന്നെ, നിഷ്പക്ഷമായിട്ട്, ആരെയും കുറ്റപ്പെടുത്താതെ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് എന്തോ അങ്ങനെ തന്നെ നിങ്ങൾ സംസാരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധ വെച്ച് കേൾക്കണമേ, അലക്ഷ്യമാക്കി കളയരുതേ എന്ന് സ്നേഹപൂർവ്വം ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ വിരമിക്കും. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.